Hi everyone, it's me Binish Michael. Welcome to my YouTube channel Fishing Waves. ഞങ്ങളിപ്പോൾ ഉള്ളത് UK വെയിൽസിലാണ്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് യൂട്യൂബ് ബ്ലോഗാണ്. ഞങ്ങളൊരു ഫിഷിംഗ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മുടെ ഫിഷിംഗ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാനും എൻ്റെ വൈഫും പിന്നെ സെബിൻ ചേട്ടൻ്റെ വൈഫ് നീതി ചേച്ചി, അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ഉള്ള ട്രിപ്പാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ ലാൻഡിഡനോ എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റിലെ ഒരു സ്ഥലമാണ്. ഏകദേശം 1 to 1.5 hour ട്രാവൽ ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാഹനം നിയമപ്രകാരമുള്ള സ്ഥലത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ പറഞ്ഞിരിക്കുന്ന പാർക്കിംഗ് ഫീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ പേ ചെയ്തെന്ന് ഉറപ്പും വരുത്തണം. അല്ലാന്നുണ്ടെങ്കിൽ UK നിയമങ്ങളൊക്കെ വളരെ കർശനമാണ്. വലിയൊരു തുക ഫൈൻ നമുക്ക് അടയ്ക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ലാൻഡിനോയിൽ നമ്മളിപ്പോൾ എത്തി. ഇവിടെ ഇപ്പോൾ സമയം രാവിലെ 8:15. ഏകദേശം 1.25 മണിക്കൂർ നമ്മൾ ട്രാവലിങ്ങിനെടുത്തു. കാണുന്നതെല്ലാം ഹോട്ടൽസാണ്. ബാക്ക് സൈഡിൽ ഫുൾ കാണുന്ന ഹോട്ടൽസാണ്. പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് കാണാം ഇവിടെ ഒരു കടലാണ്. ബാക്ക് സൈഡ് ഫുൾ കടലാണ്.
ഇവിടെ വരുന്നവർക്കായി നടക്കാനും അതുപോലെ സൈക്ലിംഗ് ചെയ്യാനും ഇരിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളോടുകൂടി ഒരു വലിയൊരു പേയ്മെൻ്റാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ളൊരു വ്യൂ ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വെയിൽസിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് വെൽഷാണ്. ലാൻഡിഡ എന്നതൊരു വെൽഷ് പദമാണ്. മീൻ ചെയ്യുന്നത് ചർച്ച് ഓഫ് ടുഡ്നോ എന്നാണ്. കാരണം ഇവിടെ ഒരു സെൻറ്റ് ടുഡ്നോ ചർച്ച് ഉണ്ട്. അതിനെ ആസ്പദമാക്കിയാണ് ഈ പേര് വന്നത്. ലാൻഡിനോ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട് ഇൻ നോർത്ത് വെയിൽസ് ആണ്. നോർത്ത് വെയിൽസിൽ മാത്രം എന്ന് പറയുന്നത് UK തന്നെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടാണ്. മാത്രമല്ല ഒരു ഫിഷിംഗ് സ്പോട്ട് കൂടിയാണ് ഇത്. ഇവിടെ നമുക്ക് 3 സ്പോട്ടുണ്ട് ഫിഷിംഗ് ചെയ്യുന്നതിനായി. ഒന്ന് ഈ കാണുന്ന ബീച്ച്, ഈ ബീച്ചിന് പറയുന്നത് നോർത്ത് ഷോർ ബീച്ച് എന്നാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് സെക്കൻഡ് സ്പോട്ട് ഈ കാണുന്ന പിയർ, ഇതിനെ പറയുന്നത് ലാൻഡിഡോ പിയർ എന്നാണ്. ഈ പിയറിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തായിട്ട് ഫിഷിങ്ങിന് മാത്രമായിട്ട് ഒരു സ്പെസിഫൈഡ് ഏരിയ ഉണ്ട്. അവിടെ പക്ഷേ പേയബിളാണ്. പേ ചെയ്തിട്ട് വേണം. പെർ പേഴ്സൺ ഒരു ചാർജ് ഉണ്ട്. ആ ചാർജ് ചെയ്തതിന് മാത്രമേ നമുക്ക് അവിടെ ഫിഷിങ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അപ്പുറേ കാണുന്ന കുറച്ച് റോക്കി ഏരിയാസിൽ നിന്നും ഫിഷിങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ സൂര്യപ്രകാശം കാണുന്ന പോലെ ഒന്നുമല്ല, ക്ലൈമറ്റ് പക്ഷേ നല്ല തണുപ്പുണ്ട്. 2 to 4 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട്. ഫിഷ് കിട്ടുമെന്നൊന്നും അറിയത്തില്ല. ആദ്യമായിട്ടുള്ളൊരു അറ്റംപ്റ്റാണ്. കിട്ടിയ ഭാഗ്യം. സെവിൻ ചേട്ടൻ നിന്നെ മുന്നേ നാട്ടിൽ മീൻ പിടിക്കാനൊക്കെ പോയിട്ടോ? ഇല്ലില്ല, എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്, അതുകൊണ്ട് സോ എക്സൈറ്റഡ്. നമുക്ക് ഇവിടെ അങ്ങ് സെറ്റ് ചെയ്താലോ? ഇവിടെ അങ്ങ് ഇരിക്കാം. ഇവിടെ അങ്ങ് സെറ്റ് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കാം. ഇനി അല്ലെങ്കിൽ അങ്ങോട്ട് വല്ല ഷിഫ്റ്റ് ചെയ്യും. ഒന്നും കിട്ടിയില്ല. കിട്ടിയ മീൻ ഭയങ്കര മുഴുപ്പായതുകൊണ്ടൊന്നും അറിയാൻ പറ്റിയില്ല. മീൻ എങ്ങാണ്ടൊക്കെ ചുറ്റി വരിഞ്ഞു. വലിയ മുഴുപ്പൊന്നുമില്ല, ചെറിയ മീൻ. കോല പോലെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. പേരൊന്നും ഇത് വലിയ മീനാണോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓ, അത് പാവമുണ്ട് കേട്ടോ. അത് വല്ലാണ്ടായിപ്പോയി. അയ്യോ പാവം. എന്നെ തല തിരിച്ചടിച്ചേ. എന്റെ മേൽഭാഗം കാണിക്കേ. അങ്ങനെ നമ്മുടെ മുക്കുവൻ ഒരു കുഞ്ഞു മീനിനെ പിടിച്ചിട്ടുണ്ട്. നീതു ചേച്ചി ഉണ്ട് ഭയങ്കര ആകാംക്ഷയിലാണ്. അപ്പോൾ ഞങ്ങളുടെ മീൻപിടുത്തം നിർത്തുകയാണ്. ആകെ കിട്ടിയത് ഒരു ചെറിയ സാൻഡിയിൽ മാത്രമേ ഉള്ളൂ. എങ്കിലും അതൊരു വലിയ ഇതാണ്. അത് കാരണം ആദ്യമായിട്ട് ഇവിടെ UK വന്നിട്ട് ഫിഷിംഗ് ട്രിപ്പ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് ആയതുകൊണ്ട്. കാരണം നമുക്കിവിടെ വലിയ പരിചയമൊന്നുമില്ല. അപ്പം അതൊക്കെ നമ്മൾ ഇനിയും ട്രൈ ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നല്ല ഫണ്ണും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, ഫിഷിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ഐഡിയ കിട്ടി. ഫസ്റ്റ് ഗ്രേറ്റ് എക്സ്പീരിയൻസ്. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ നാട്ടിലെ പാടത്തും തോട്ടിൽ നിന്നൊക്കെ പിടിക്കണം മീൻപിടുത്തത്തിൻ്റെ ഒരു ആംബിയൻസ് ഒന്നും ഇവിടെ കിട്ടത്തില്ല.
അതൊരു വല്ലാത്ത മിസ്സിങ് ആണ്. നിങ്ങളാർക്കെങ്കിലും ആ ഒരു നാടൻ മീൻപിടുത്തം മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ. ഫിഷിങ്ങിന് അനുയോജ്യമായ ടൈഡ് ടൈം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടൗണിലെ ബാക്കി കാഴ്ചകൾ കാണാനായി പോയി. ഭാഗമായ ടൗണിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഇഷ്ടംപോലെ ഷോപ്സ് കാണാം. ഇതാണ് നമ്മൾ ലാൻഡിനോട് പിയർ. ലാൻഡിനോട് പിയർ ഇവിടുത്തെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷനാണ്. ഇതൊരു കടൽപ്പാലമാണ്. ഇത് ബിൽഡപ്പ് ചെയ്തേക്കണ ലേറ്റ് 1870s. ഈ കാണുന്നത് ലാൻഡിനോ പിയറിൻ്റെ ഹിസ്റ്ററിയാണ്. അങ്ങനെ ഞങ്ങൾ പിയറിൻ്റെ ഭാഗത്തോടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ രണ്ട് സൈഡിലും രണ്ട് മലകൾ കാണാം. ഒന്ന് നമ്മൾ പോയി ഫിഷിങ് ചെയ്ത ബീച്ചിനടുത്തുള്ളൊരു മല, മറ്റേത് ഇപ്പുറത്തെ സൈഡിൽ വലിയ മല. നല്ല അടിപൊളി വ്യൂ ആണ്. അവിടെ ഒരു ഫുൾ മേഡിൽ എഴുതി ചേർന്നുണ്ട് ലാൻഡിനോ. അതിനകത്ത് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഈ കാണുന്ന മലയുടെ മുകളിൽ നിന്നുള്ള വ്യൂ കാണാൻ പോകുന്നതിന് ട്രാം സൗകര്യമുള്ളതാണ്. കാറിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും പോകാവുന്നതാണ്. സമയക്കുറവ് മൂലം ഞങ്ങൾക്ക് ആ വ്യൂ കാണാൻ സാധിച്ചില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിയറിൻ്റെ എൻഡിലുള്ള ഫിഷിംഗ് സ്പോട്ട്. ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഫിഷിംഗ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരാൾക്ക് മാക്സിമം 2 റോഡ്സാണ് അനുവദിച്ചിട്ടുള്ളത്. ഒരു ദിവസത്തേക്ക് ഒരാൾക്ക് 7.5 പൗണ്ട്സും ഒരു വർഷത്തേക്ക് നമ്മളത് എടുക്കുകയാണെങ്കിൽ 95 പൗണ്ട്സ് എക്സ്പെൻസീവാണ് ഉള്ളത്. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ UK യിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യുക. നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ.